എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 49ഉം 50ഉം ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. കാളിന്തിയുടെ നിജസ്ഥിതി, അതിൻ്റെ ദുരിതപൂർണമായിട്ടുള്ളൊരവസ്ഥ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം 49ാമത്തെ ശ്ലോകം നോക്കാം. ഋതുപ്രവാളാങ്കുരവിഭ്രമാഭി ജഡാഭിരംഭാംസി വിഭാവയന്ത തപസ്വിനസ്താന്ന മഹാനുഭാവാ കുർവന്തി ധന്യാമഘമർഷണേന. ആദ്യം പദച്ഛേദം നോക്കാം. ഋതുപ്രവാളാങ്കുരവിഭ്രമാഭി ജഡാഭി അംഭാംസി വിഭാവയന്ത തപസ്വിന താം ന മഹാനുഭാവാ കുർവന്തി ധന്യാം അഘമർഷണേന. ഇവിടെ മുനിമാരെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. ആദ്യം പറഞ്ഞിരുന്നു മുനിമാർ ഇവിടെ ഒന്നും വന്ന് കുളിക്കുന്നില്ല എന്ന്. അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് ഇതിൽ. കാളിന്തിയുടെ ഈ ദുഃഖപൂർണമായിട്ടുള്ള അവസ്ഥ വർണ്ണിക്കുമ്പോൾ പല ദിക്കിലും ആവർത്തനം കാണാനുണ്ട്. അത് ചിലപ്പോൾ സുകുമാര കവി തന്നെ എഴുതിയതാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എഴുതി ചേർത്തതുമാവാം. ഇവിടെ ഈ ശ്ലോകം നോക്കുമ്പോൾ 39ാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു ചെറിയ ആവർത്തനം പോലെ തോന്നാം. മുമ്പ് വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചിരുന്ന താപസന്മാരെ ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങണില്ല. ആ നദീ തീരത്തിരുന്ന് തപസ് ചെയ്യുന്നവർ കാളിന്തിയെ പലതിനായിട്ടും ആശ്രയിച്ചിരുന്നു, ഇപ്പോൾ ഒട്ടും ആശ്രയിക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കവി. അതിൻ്റെ തന്നെ മറ്റൊരു തരത്തിലുള്ളതായ വർണ്ണനയാണ് ഇവിടെ നടത്തുന്നത്. മഹാനുഭാവാഹ, മഹാനുഭാവന്മാരെന്നുള്ളത് കൊണ്ട് വിശാലമായ മനസ്സുള്ളവർ, കഴിവുള്ളവർ, അങ്ങനെ പല അർത്ഥത്തിലും വ്യാഖ്യാനിക്കാം. ഇവിടെ പറയണത് ഋഷിമാരെ പറ്റിയിട്ടാണ്. മഹാനുഭാവാഹ, മഹാപ്രഭാവികളായിട്ടുള്ള, പ്രഭാവശാലികളായിട്ടുള്ള തപസ്വികൾ, താപസന്മാർ. ഋതുപ്രവാളാങ്കുര വിഭ്രമാഭി ജഡാഭി അംഭാംസി വിഭാവയന്ത. ജഡാഭി അംഭാംസി വിഭാവയന്ത. ജഡാഭി, ജഡകളാൽ. ഈ മുനിമാരുടെയൊക്കെ മുടി, തലമുടി എന്ന് പറയണത് അത് വളർത്തുക, കുറേയധികം നീട്ടി വളർത്തിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒരു സംസ്കാരങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് കെട്ടുപിണഞ്ഞൊക്കെ കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ടാവും, ചുരുണ്ട് വളഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കവി പറയാണ്, അവരുടെ ജട കണ്ടാൽ എന്തുപോലെ തോന്നും? ഋതുപ്രവാളാങ്കുര വിഭ്രമാഭി. ഋതുപ്രവാളാങ്കുരം, ഓരോരോ കാലങ്ങളിൽ നല്ല പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്ന കാലം വരുമ്പോൾ, അതാണ് ഒരു ചെടിയെ സംബന്ധിച്ച് പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്ന മധുമാസം വരുമ്പോൾ എങ്ങനെയാണോ പ്രവാളങ്ങൾ, തളിരുകൾ അല്ലെങ്കിൽ ചെറിയ വള്ളികളൊക്കെ, അങ്കുരങ്ങൾ, പ്രവാളാങ്കുരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തളിരുകളും വള്ളികളും ഒക്കെ, അതായത് ഇങ്ങനെ തളിരുകളും വള്ളികളും ഒക്കെ വിടരാൻ വെമ്പി നിൽക്കുന്ന അവസ്ഥ, മൂത്ത് പഴുത്ത് നിൽക്കുന്ന അവസ്ഥയല്ല, അതിൻ്റെ വളരെ തളിരായിട്ടുള്ള അവസ്ഥ, അതിനെ തോന്നിപ്പിക്കുന്നതായ, അതിൻ്റെ വിഭ്രമങ്ങൾ വഹിക്കുന്നവയായ ജടകൾ. അതായത് ഈ തളിരുകളൊക്കെ അങ്ങനെയാണല്ലോ, ഇങ്ങനെ വളഞ്ഞ് 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 ചുരുണ്ട് സ്പ്രിങ് പോലെ ഇരിക്കുന്ന വള്ളികളുണ്ടാവും. ആ വള്ളികളൊക്കെ കാറ്റത്ത് ഇങ്ങനെ ആടും. അതുപോലെ തോന്നുകയാണ് ഈ താപസന്മാരുടെ തലമുടി കാണുമ്പോൾ, ജട കാണുമ്പോൾ. അതാണ് ഋതുപ്രവാള അങ്കുര വിഭ്രമാഭി ജഡാഭി. അങ്ങനെയുള്ള ജടകളെ കൊണ്ട്, ചുരുണ്ട് വളഞ്ഞു നിൽക്കുന്ന, കാറ്റത്തുലഞ്ഞ് പാറിപ്പറന്ന് കിടക്കുന്ന ജടകളാൽ അംഭാംസി വിഭാവയന്ത. ആ മഹാനുഭാവന്മാരെന്താ ചെയ്യണത്? അംഭസ്സുകളെ, ആ നദിയിലെ വെള്ളത്തെ, വിഭാവയന്ത, അലങ്കുർവന്ത. അതായത് തലമുടി ആണോ അതോ ഈ താമരയുടെയോ അല്ലെങ്കിൽ ലാമ്പലിൻ്റെയോ മറ്റേതെങ്കിലും ജലസസ്യങ്ങളുടെയൊക്കെ തളിരുകളാണോ, ഈ പറഞ്ഞതായിട്ടുള്ള വള്ളികളാണോ, വളരെ നനുത്ത വള്ളികളാണോ എന്ന് സംശയിപ്പിക്കുന്നത് പോലെയുള്ള ജടകളുള്ള, തലമുടികളുള്ളവരായിട്ടുള്ള മഹാനുഭാവന്മാർ, താപസന്മാർ. അവർ സാധാരണ ആ നദിയിൽ കുളിക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ കുളിക്കുന്നില്ല എന്നാണ്. ഇതാദ്യം പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ വർണ്ണനയിലുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവർ മുങ്ങി കുളിക്കണില്ല, ഒരാവശ്യത്തിനും കാളിന്തിയെ ഉപയോഗിക്കണില്ല എന്ന് ആദ്യം പറഞ്ഞു. ഇവിടെ മുങ്ങി കുളിക്കണില്ല എന്നാണ്. അവർ താന്നു മുങ്ങുമ്പോൾ തലമുടി ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കണ്ടാൽ ചെടികളുടെ തളിരാണോ അല്ലെങ്കിൽ വള്ളികളാണോ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും തോന്നുന്നില്ല, അവരാരും മുങ്ങി കുളിക്കണില്ല എന്നർത്ഥം. അതാണ് അംഭാംസി വിഭാവയന്ത മഹാനുഭാവ തപസ്വിന. അങ്ങനെയുള്ള മഹാനുഭാവന്മാരായിട്ടുള്ള തപസ്വികൾ.
താം യമുനാം, ആ യമുനയെ, താം എന്നുള്ളത് കൊണ്ട് യമുനാം എന്നർത്ഥം, ആ യമുനാ നദിയെ, ആ കാളിന്തിയെ അഘമർഷണേന ധന്യാം ന കുർവന്തി, അഘമർഷണം നടത്തിയിട്ട്, അഘമർഷണം എന്നുള്ളത് കൊണ്ട് അതിലെ ആ കാളിന്തിയിലെ എല്ലാ മാലിന്യങ്ങളെയും അകറ്റിയിട്ട്, ഈ താപസന്മാരുടെ സംയോഗം കൊണ്ട്, സമ്പർക്കം കൊണ്ട് എല്ലാ മാലിന്യങ്ങളും അകന്നിരുന്നു നദിയുടെ. അവരുടെ ജപങ്ങളെ കൊണ്ട്, അവരുടെ ധ്യാനങ്ങളെ കൊണ്ട്, അവരുടെ സമ്പർക്കം കൊണ്ട്, കുളി കൊണ്ട് ഒക്കെ അതിലുള്ളതായ, അതായത് ഉത്തമന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് മാലിന്യങ്ങൾ അകന്നു പോകുന്നത് പോലെ, തപസ്വികളുടെ സാന്നിധ്യം കൊണ്ട് ഗൃഹങ്ങളൊക്കെ മാലിന്യമുക്തങ്ങൾ, അതിൽ കളങ്കമുക്തങ്ങളാകുന്നത് പോലെ തന്നെ കാളിന്തിയും അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കാളിന്തി അവരുടെ സമ്പർക്കമില്ലാത്തത് കാരണം മാലിന്യമുള്ളവളായിട്ട്, കളങ്കമുള്ളവളായിട്ട് തന്നെ വർത്തിക്കുന്നു. ഇവരുടെ ജപതപാദികളൊന്നും കാളിന്തിയുടെ മാലിന്യത്തെ മുക്തമാക്കാൻ പ്രാപ്തമാകുന്നില്ല, മുക്തമാവാൻ തക്കവണ്ണമാവുന്നില്ല. മാത്രമല്ല അവരുടെ സമ്പർക്കം ഉണ്ടാകുന്നുമില്ല. അപ്പോൾ അവരാരും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ട് വെള്ളം ശുദ്ധമാകുന്നില്ല. താം യമുനാം അഘമർഷണേന ധന്യാം ന കുർവന്തി, അതിലെ അഘത്തെ മർഷണം ചെയ്തുകൊണ്ട്, അഘം പാപം കളങ്കം, അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവളെ ധന്യയാക്കുന്നില്ല മുനിമാർ ആ നദിയുടെ സമീപത്തേക്ക് ചെല്ലുന്നേ ഇല്ല എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ആദ്യം പറഞ്ഞ ശ്ലോകത്തിൻ്റെ ആശയ ആവർത്തനമാണ്, മറ്റൊരു രീതിയിൽ വർണ്ണിച്ചിരിക്കുകയാണെന്നേ ഉള്ളൂ. നമുക്ക് 50-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ആന്തോളിതായ പവനേന മന്ദം മനോഹരം ലാസ്യമിവാചരന്ത്യ തസ്യാത്തുലാകോടിരവാനുകാരി ന ശ്രൂയതേ ഹംസവധൂനിനാദ. പദച്ഛേദം നോക്കാം, ധാരാളമായിട്ടൊന്നുമില്ല. ആന്തോളിതായ പവനേന മന്ദം മനോഹരം ലാസ്യം ഇവ ആചരന്ത്യ തസ്യ തുലാകോടിരവാനുകാരി ന ശ്രൂയത്തെ ഹംസവധൂനിനാദ. ഇവിടെ നദിയെ പറ്റിയിട്ട് തന്നെയാണ് പറയണത്, മറ്റാരുടെയും കഥ കൂട്ടിച്ചേർത്ത് പറയണില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ മുനിമാരുടെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും പറയണില്ല. ഇവിടെ പറയണത് ആ നദിയുടെ ഒരു സ്വഭാവം ഇല്ലാതെയായി എന്നാണ്. പവനേന മന്ദം ആന്തോളിതായാഹ തസ്യാഹ. പവനേന കാറ്റിനാൽ, മന്ദം വളരെ പതുക്കെ, മന്ദം യഥാ തഥ, അതായത് വളരെ ശക്തിയായിട്ടൊന്നും വീശുന്നില്ല, പതുക്കെ വീശിയിട്ട് പതുക്കെ പതുക്കെ തന്നെ നദിയെ എന്തു ചെയ്യുന്നു? പവനേന ആന്തോളിതായാഹ, കാറ്റിൻ്റെ ശക്തി കൊണ്ട് ആന്തോളനം ചെയ്യുന്നവളായ, കാറ്റ് വീശുമ്പോൾ അതിൻ്റെ ശക്തി കൊണ്ട് കുറച്ച് ഒഴുക്ക് ഇങ്ങനെ വ്യത്യാസപ്പെടും, അതിൻ്റെ ഒരു ശബ്ദവും മാറിപ്പോകും ഒഴുക്ക് മാറുന്നതിനനുസരിച്ച്. അതാണ് മന്ദം ആന്തോളിതായ, പതുക്കെ ഒഴുകുന്നവളായിട്ടുള്ള, അല്ലെങ്കിൽ പതുക്കെ ഒഴുക്കിന് ചെറിയ കമ്പനം വന്നു ചേരുന്നവളായ. അതുകൊണ്ട് തന്നെ മനോഹരം ലാസ്യം ആചരന്ത്യ ഇവ തസ്യ, മനോഹരം മനസ്സിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ലാസ്യം, സ്ത്രീകളുടെ നൃത്തമാണ് ലാസ്യം. ലാസ്യം നൃത്തം ആചരിക്കുന്നവളായ അവളുടെ, ആചരിക്കുക അല്ലെങ്കിൽ നൃത്തം ചെയ്യുക. അപ്പോൾ കാറ്റ് വന്ന് വീശുമ്പോൾ ഇതിങ്ങനെ ഒഴുകുന്നതിന് ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് ഈ നദി ഒരു പെൺകുട്ടിയെ പോലെ നൃത്തം ചെയ്യുന്നതായിട്ട് തോന്നുകയാണ്. അങ്ങനെ മുമ്പ് നന്നായിട്ട് നൃത്തം ചെയ്തിരുന്നു. അങ്ങനെ നൃത്തം ചെയ്തിരുന്നപ്പോൾ ആ കാലത്ത്, മുമ്പ് കാലത്ത് എന്തായിരുന്നു? കാളിയൻ ഇല്ലാതിരുന്ന കാലത്ത് അവിടെ ആരാണ് വന്നിരുന്നത്? ഈ നദി നൃത്തം ചെയ്യുന്നതിനോടൊപ്പം തസ്യാഹ തുലാകോടിരവാനുകാരി ഹംസവധൂനിനാദ ന ശ്രൂയത്തെ. നൃത്തം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കയ്യിനും കാലിനും ഒക്കെ ചലനങ്ങൾ ഉണ്ടാവും. അപ്പോൾ കാലിനണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാദസരത്തിൻ്റെ ശബ്ദം പോലെ, തുലാകോടി എന്ന് പറഞ്ഞാൽ പാദസരാണ്, പാദാംഗതം എന്ന് പറയുന്നുണ്ട്. മഞ്ജീര പാദാംഗതം, പാദത്തിൽ അണിയുന്ന തള, അതിനെയൊക്കെ പറയുന്നതാണ്. അംഗതം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പാദസരം എന്നല്ല, മുത്തുകളൊക്കെ ഉള്ളിൽ വച്ചിട്ടുള്ളതായ കിലുങ്ങുന്നതായിട്ടുള്ള തള, തളയുടെ ശബ്ദം പോലെ. തുലാകോടിരവാനുകാരി ഹംസവധൂനിനാദ, ഇവളുടെ തുലാകോടിക്ക് തുല്യമായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന
ഹംസവധുക്കളുടെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നില്ല. ന ശ്രൂയതേ, തളയുടെ ശബ്ദം പോലെയുള്ള ശബ്ദമുള്ളതായ ഹംസവധുക്കളുടെ ശബ്ദം, അരയന്നപ്പിടകളുടെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നതേയില്ല. മുമ്പേയും പറഞ്ഞു അരയന്നങ്ങൾ വരുന്നില്ല, കാരണ്ട പക്ഷികൾ വരുന്നില്ല, ചക്രവാകങ്ങൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇതും അതിൻ്റെ ഒരു ചെറിയ ആവർത്തനമാണ്, എന്നാലും വർണ്ണന വ്യത്യാസമുണ്ട്. വെറുതെ പക്ഷികൾ വരുന്നില്ല എന്നേ അവിടെ പറഞ്ഞുള്ളൂ. ഇവിടെ ഈ കാളിന്തി എന്ന് പറഞ്ഞ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി നൃത്തം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാലിലെ മഞ്ജീരധ്വനിയോട് ഉപമിക്കാവുന്ന ഹംസത്തിൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നില്ല. കാറ്റ് വീശുമ്പോൾ പുഴ അങ്ങടും ഇങ്ങടും ചലിക്കുന്നു. അങ്ങനെ ചലിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആ ശബ്ദം, അല്ലെങ്കിൽ ചലിക്കുമ്പോൾ ഉണ്ടാകുന്നതായ പക്ഷികളുടെ ശബ്ദം, പക്ഷികളും അതിനോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ ഭംഗി കണ്ടിട്ട് ഒഴുക്ക് കണ്ടിട്ടൊക്കെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നു. ആ ശബ്ദം, ഹംസവധുക്കളുടെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നതേയില്ല. അപ്പോൾ ഹംസങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയാനാണ് കവി ഉദ്ദേശിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഋതുപ്രവാളാങ്കുരവിഭ്രമാഭി ജഡാഭിരംഭാംസി വിഭാവയന്ത തപസ്വിനസ്താന്നമഹാനുഭാവാ കുർവന്തി ധന്യാമഘമർഷണേന ആന്തോളിതായാഃ പവനേന മന്ദം മനോഹരം ലാസ്യമിവാചരന്ത്യ തസ്യാത്തുലാകോടിരവാനുകാരി ന ശ്രൂയതേ ഹംസവധൂനിനാദ. രണ്ട് ശ്ലോകങ്ങളും കാളിന്തിയുടെ ദുരവസ്ഥ വർണ്ണിക്കുന്നത് തന്നെയാണ്. തീർന്നിട്ടില്ല. കവിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കിട്ടിയാൽ ധാരാളമായിട്ട് അതിനെ വർണ്ണിക്കും. ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളിലൊക്കെ ഇതൊക്കെ തന്നെയാണ് വർണ്ണിക്കുന്നത്. ഈ രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.